ഹായ് ഗൈസ്, ആൽഫ കരിയേഴ്സ് ആണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് +2 യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഉയർന്ന ശമ്പളമുള്ള കുറച്ച് ജോബ് വേക്കൻസീസിനെ പറ്റി പറയാനാണ്. ഡിഗ്രി ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഉയർന്ന വരുമാനം കിട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എങ്കിലത് മാറ്റേണ്ട സമയമാണിപ്പോൾ. കാരണം വെറും +2 മാത്രമുള്ളവർക്ക് പോലും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ 25,000 രൂപ മുതൽ 92,000 വരെ സാലറി ലഭിക്കുന്ന വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. +2കാർക്ക് SSC വഴി ജോലി നേടാം. LD ക്ലർക്ക് ജൂനിയർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി തുടങ്ങിയവയാണ് ജോബ് പോസ്റ്റുകൾ. 1-2 ഒഴിവുകളൊന്നുമല്ല ഈ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. 3712 ഒഴിവുകളിലേക്കാണ് +2കാർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത്. അവസാന തീയതിയായി വരുന്നത് 2024 മെയ് 7 നമുക്കറിയാം, ഇനി അതിനധികം സമയമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യാം. ഇനി പ്രായപരിധി നോക്കാം. നിങ്ങൾ ജനിച്ചത് 1997 ഓഗസ്റ്റ് 2 2006 ഓഗസ്റ്റ് 1 ഇടയിലാണോ എങ്കിൽ നിങ്ങൾക്ക് ആണ് ഈ അവസരം. പട്ടിക വിഭാഗക്കാർക്ക് 5 OBC വിഭാഗക്കാർക്ക് 3 ഭിന്നശേഷിക്കാർക്ക് 10 വർഷം വരെയും പ്രായപരിധി യോഗ്യതയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, വിമുക്ത ഭടന്മാർ ഉൾപ്പെടെ മറ്റ് യോഗ്യരായവർക്കും ചിട്ടപ്രകാരം ഇത്തരം ഇളവുകൾ വരുന്നുണ്ട്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് 12ാം ക്ലാസ് ജയിച്ചിരിക്കണം എന്നത് മാത്രമാണ്. ഇനി ഞാൻ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞുതരാം. LDC ജൂനിയർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നിവരുടെ ശമ്പളം വരുന്നത് 19,900 മുതൽ 63,200 രൂപ വരെയാണ്. എന്നാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ലെവൽ 4 വരുന്ന പേ സ്കെയിൽ എന്ന് പറയുന്നത് 25,000 രൂപ മുതൽ 81,100 രൂപ വരെയാണ്. ഡാറ്റ എൻട്രി ലെവൽ 5കാർക്ക് വരുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 29,200 രൂപ മുതൽ 92,300 രൂപ വരെയാണ്. ഇനിയുള്ളത് ഡാറ്റ എൻട്രി ഗ്രേഡ് A-കാർക്ക് വരുന്ന പേ സ്കെയിലാണ്. അത് 25,500 മുതൽ 85,000 രൂപ വരെയാണ്. ഇനി അപേക്ഷാ ഫീസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപേക്ഷാ ഫീസ് വരുന്നത് 100 രൂപയാണ്. പക്ഷേ പട്ടിക വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നമ്മൾ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇനി എങ്ങനെ ഫീസ് അടയ്ക്കും എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയും ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് വഴിയോ നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പോസ്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ചില എക്സാമുകൾ വഴിയാണ്. നമുക്കിനി ആ എക്സാംസ് എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ അടിസ്ഥിതമായിട്ടുള്ള എക്സാംസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ തെറ്റുത്തരത്തിലും നെഗറ്റീവ് മാർക്കിങ്സും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനെ കാണാൻ പറ്റുകയുള്ളൂ. നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നും വരാതെ തന്നെ ഈ ഒരു ഘട്ടം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അടുത്ത എക്സാം ഡാറ്റ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നടത്തുന്നതാണ്. ഇതിലേക്ക് നടത്തുന്ന 15 മിനിറ്റ് സ്കിൽ ടെസ്റ്റിൽ കമ്പ്യൂട്ടറിൽ 8000 കീ ഡിപ്രഷൻ മണിക്കൂറിൽ വേഗത വേണം. ഇനി LDC ജൂനിയർ സെക്രട്ടേറിയറ്റ് തസ്തികയിലേക്ക് നടത്തുന്ന 10 മിനിറ്റ് കമ്പ്യൂട്ടർ ടെസ്റ്റിംഗിൽ ഹിന്ദി ടൈപ്പിംഗ് മിനിറ്റിൽ 30 വാക്കും ഇംഗ്ലീഷിൽ 35 വാക്കും വേഗതയുമാണ് വേണ്ടത്. ഇനി നമുക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവയാണ് നമുക്ക് കേന്ദ്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കേന്ദ്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി www.ssc.gov.in എന്ന വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത് ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഓൺലൈനായി ആപ്ലിക്കേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ അടുത്ത അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ ജോലിയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കയറി ചെക്ക് ചെയ്ത് നോക്കൂ. ഒന്നുകൂടെ പറയാം, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2024 മെയ് 7 മറക്കരുത്. കാരണം ഇത്രയും നല്ലൊരു ജോലിയും ശമ്പളവും ഒരു സുവർണാവസരം തന്നെയാണ്. +2 യോഗ്യതയുള്ളവർ ഒരിക്കലും മറന്നു പോവാതെ തന്നെ അപ്ലൈ ചെയ്യാം. ഇതുപോലെയുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ ഉടൻ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.